എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കൊച്ചു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ പഴയ കാർഡ്ബോർഡിൻ്റെ ബോക്സുകളൊക്കെ കാണില്ലേ, അതിൽ നിന്ന് ഒരു 2-3 പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ പീസ് മതി. അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലുത് എടുക്കാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. എന്തായാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഭംഗിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ ഡെക്കറാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകളിൽ 3 ഭാഗം ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ അടയ്ക്കുന്ന ഭാഗമില്ലേ, അവിടെ നിന്നാണ് കേട്ടോ 3 പീസ് കട്ട് ചെയ്തത്. അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു 3 പീസിൽ ഞാനിത് ഇതുപോലെ ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വരയ്ക്കാം ഒരെണ്ണത്തിൽ. അപ്പോൾ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഫിഷിൻ്റെ ഷേപ്പാട്ടോ വരച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ടൊക്കെ വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വരയ്ക്കും കേട്ടോ ഇതിനേക്കാളൊക്കെ. അപ്പോൾ എന്തായാലും ഈ കട്ടിയുള്ള കാർഡ്ബോർഡിനെ ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇത് ഒരെണ്ണം പോരാ, നമുക്ക് 3-4 എണ്ണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 3 എണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ഇത് മറ്റേതിൻ്റെ മുകളിൽ വയ്ക്കും, ആ ഒരു കാർഡ്ബോർഡിൻ്റെ. എന്നിട്ട് ഇതിനെ ഒന്ന് ട്രേസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് അല്ല, ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുക്കും. എന്നിട്ട് വീണ്ടും കട്ട് ചെയ്യും. അപ്പോൾ എല്ലാം ഒരേപോലെ കിട്ടുമല്ലോ. ഇപ്പോൾ നമ്മളങ്ങനെ 3 ഫിഷിനെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഫെവിക്കോളിന് 1 ടീസ്പൂൺ വെള്ളം എന്നുള്ള കണക്കിൽ, അതായത് വെള്ളത്തിൻ്റെ ഇരട്ടി ഫെവിക്കോൾ എടുക്കണം. അത്രയും അളവിൽ എടുത്ത് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഈ ഫിഷിൻ്റെ മേത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ കനം കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പേപ്പർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആ തേച്ച് വെച്ചതിൻ്റെ മുകളിൽ കൂടെ ടിഷ്യൂ പേപ്പർ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി ഒന്ന് ഗമ്മാക്കുകയാണ് കേട്ടോ. ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ആക്കുക. പിന്നെ കുറച്ചൊക്കെ അധികം നിൽക്കുന്നുണ്ട്, എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ 3 ഫിഷിനെയും കവർ ചെയ്യാം. അപ്പോൾ 2 തവണ കവർ ചെയ്തെടുത്താൽ കൂടുതൽ നല്ലതാണ്. കൂടുതൽ ഈ വർക്കിന് പെർഫെക്ഷൻ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഒരൊറ്റ തവണയേ ചെയ്തുള്ളൂ. പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നി 2 പ്രാവശ്യം ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. കുറച്ചും കൂടെ ഒന്ന് കട്ടിയിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഫിനിഷ് ആക്കാം. 3 എണ്ണം ചെയ്യണേ. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡിൽ കണ്ടോ കുറച്ചിങ്ങനെ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ മടക്കിയിട്ട് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി 3ൻ്റെയും കൂടിയിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം കൂടെ ടിഷ്യൂ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെയായാലും വലിയ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കളറുകൾക്കൊക്കെ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നസ് കിട്ടാൻ വൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഒരു തവണയും കൂടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. ഇനി നമുക്കിത് കളർ ചെയ്യാന്നുള്ളതാണ് പരിപാടി. അപ്പോൾ നമുക്കൊന്ന് കളർ ചെയ്യാം. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് കളർ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട്. ഞാനിപ്പോൾ എങ്ങനെയൊക്കെയോ കളർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഫോർമാറ്റൊന്നും ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതേ ബ്ലാക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് വരുമ്പോൾ കുറച്ചൊരു ഭംഗി വരും. അപ്പോൾ നമുക്കതും കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ക്ലേ വെച്ചൊക്കെ ഒരു 3D ലുക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്നും എടുത്തില്ല, പിന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തതാണേ.
നമുക്ക് നമ്മുടെ മീനിന് ഒരു കണ്ണും വായൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ കനം കുറഞ്ഞിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ചെയ്താൽ മതിയേ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ മാർക്കർ പെൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്യാം. ഞാനിപ്പോൾ വെറുതെ ഓരോ ഡിസൈനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബഡ്സ് എടുത്തിട്ട് വൈറ്റ് കളറിൽ ഒന്ന് മുക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടും. ഇപ്പം നമ്മുടെ വോൾ ഡെക്കർ ഫിഷുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം നിങ്ങൾക്ക് ഒരു ഗ്ലൂ ഗണ്ണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് വോളിൽ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടൈപ്പ് എന്ത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരു വള്ളി പോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഹാങ് ചെയ്തിട്ടും ഇടാം. അപ്പോൾ 3 എണ്ണം താഴെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ജസ്റ്റ് ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതാണ്, കണ്ടോ. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഇനി കൂടുതൽ ഡെക്കറേഷൻസ് ഇങ്ങനെ വെള്ളം പോലെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത്രയ്ക്കൊന്നും ഞാൻ പോയില്ല, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ആണെങ്കിൽ റൂമിലൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ. 3-4 എണ്ണമൊക്കെ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് തന്നെയാണ് പേര്, ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാനൽ കൂടെ ഉണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴും കുറേ പേര് എൻ്റെ അടുത്ത് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇടാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്നാലും കുറേ പേര് ചോദിക്കുന്നതുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ ഇവരൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ അതിന് ശേഷം കുറച്ചുകൂടെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് പിന്നെ ഒരു ദിവസം ചെയ്യാം, അത് കുറച്ചേ ഉള്ളൂ. മെയിനായിട്ടുള്ള എൻ്റെ കയ്യിലുള്ള എല്ലാം ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അതുപോലെ തന്നെ റിക്വസ്റ്റ് വരുന്നതാണ് ഡേ ഇൻ മൈ ലൈഫും, അതും ഞാൻ ചെയ്തതാണ്. അതിൽ ഗീവ് അവേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും മെസ്സേജിൽ വരുന്നുണ്ട്, അതുകൊണ്ട് എടുത്ത് പറയാണ്. അപ്പോൾ നിങ്ങൾ ചാനലിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറ്റുകയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. Keep watching, keep supporting. Thank you.